ഓണവിപണി ഉണർന്നതോടെ ഭക്ഷ്യോൽപ്പന്നങ്ങൾക്ക് പൊതുവിപണിയിൽ രൂക്ഷമായ വിലക്കയറ്റം അനുഭവപ്പെടുന്ന സാഹചര്യത്തിൽ സർക്കാർ അടിയന്തിരമായി ഇടപെടണമെന്നാവശ്യപ്പെട്ട് SDPI ഈരാറ്റുപേട്ട മുനിസിപ്പൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനം നടത്തി. മുൻകാലങ്ങളെ അപേക്ഷിച്ചു വൻതോതിലുള്ള വിലവർദ്ധനവാണ് ഈ ഓണക്കാലത്ത് നിത്യോപയോഗ സാധനങ്ങൾക്കുള്ളത്. സപ്ലൈകോ വഴി വിതരണം ചെയ്യുന്ന സാധനങ്ങൾക്ക് വിലക്കുറവുണ്ട് എന്ന് മന്ത്രി അവകാശപ്പെടുമ്പോഴും പൊതുവിപണിയിലെ വിലവർദ്ധനവ് ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുകയാണ്. അരി ഉൾപ്പെടെയുള്ള അവശ്യ ഭക്ഷ്യവസ്തുക്കൾക്ക് വില നിയന്ത്രണം ഏർപ്പെടുത്താൻ സംസ്ഥാന സർക്കാർ തയ്യാറാകണമെന്ന് പ്രതിഷേധ പ്രകടനം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് മുനിസിപ്പൽ കമ്മിറ്റി വൈസ് പ്രസിഡന്റ് അബ്ദുൽ ലത്തീഫ് കാരക്കാട് പറഞ്ഞു. പ്രസിഡന്റ് EP അൻസാരി, സെക്രട്ടറി SM ഷാഹിദ്, ജില്ലാ സെക്രട്ടറി KS ആരിഫ്, മുനിസിപ്പൽ ഭാരവാഹികളായ ജലീൽ KKP, മുജീബ് മുല്ലൂപ്പാറ, MH ഷിഹാസ്, അൻസാർ പാർനാനി, റാഷിദ് വട്ടക്കയം, സഫീർ മാടംതോട്ടിൽ, അബ്ദുൽ ലത്തീഫ്, KU സുൽത്താൻ, അൻവർ സാദിഖ് എന്നിവർ പ്രതിഷേധ പ്രകടനത്തിന് നേതൃത്വം നൽകി. മലയാളികൾ ഏറ്റവും കൂടുതൽ ആഘോഷിക്കുന്ന ഈ തിരുവോണം നാളില് വിലക്കയറ്റം രൂക്ഷമായിരിക്കുകയാണ്. ആ വിലക്കയറ്റം രൂക്ഷമായിരിക്കുന്ന അവസരത്തിൽ സർക്കാർ ഇടപെടണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് കേരളത്തിന്റെ എല്ലാ കേന്ദ്രങ്ങളിലും ഇന്ന് ഇതുപോലെയുള്ള ജാഥകളും ധർണകളും നടന്നുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, ഓരോ ദിവസവും ഇവിടെ ഓരോ അരിയുടെയും പഞ്ചസാരയുടെയും അടക്കം മുളകിന്റെയും പച്ചക്കറിയുടെയും വിലകൾ ദിനം പ്രതി വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. പൊതുവിതരണ കേന്ദ്രങ്ങളിൽ അത് ശക്തിപ്പെടുത്തുന്നതിന്റെ ഭാഗമായിട്ട് ഒരു പ്രവർത്തനവും ഈ സർക്കാർ സ്വീകരിച്ചിട്ടില്ല. കഴിഞ്ഞ ഓണം നാളില് APL, BPL, AY കാർഡുകളടക്കം ഇവിടെ സ്പെഷ്യൽ അരികളും അതുപോലെ തന്നെ 15-16 രൂപയ്ക്ക് അരികളും വിതരണം ചെയ്തുകൊണ്ടിരുന്ന ഈ പൊതുവിതരണ സ്ഥാപനങ്ങളിൽ ഇന്ന് അത് ഏകദേശം നിർത്തിയ അവസ്ഥയിലാണുള്ളത്. നമ്മൾ മനസ്സിലാക്കുന്നത് അത് ഇവിടെയുള്ള കുത്തക അരി മാഫിയകളെയും അതുപോലെ തന്നെ കുത്തക മുതലാളിമാരെയും സഹായിക്കുന്നതിന് വേണ്ടി സർക്കാർ അവർക്ക് ഒത്താശ ചെയ്യുന്നതിന്റെ ഭാഗമായിട്ടാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, കേരള സർക്കാർ മലയാളികളുടെ ഏറ്റവും വലിയ ഉത്സവമായ ഓണം, ആ ഓണം അടുത്തു വന്ന സമയത്ത് പോലും ഇടപെടാതെ അവർ മറ്റു കാര്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ട്, നമുക്കറിയുന്നത് പോലെ തന്നെ സർക്കാരിന്റെ അധികാര കേന്ദ്രങ്ങളിൽ RSSന്റെ ആളുകളെ തിരികെ കയറ്റുന്നതിന് വേണ്ടിയും അതുപോലെ വന്ദേ മാതരം മുഴുവൻ പാടലോ അതോ വേണ്ടയോ എന്നുള്ള അവസ്ഥയിലേക്ക് നമ്മുടെ കേരള സർക്കാർ മാറിക്കൊണ്ടിരിക്കുമ്പോൾ കേന്ദ്ര സർക്കാർ 2029 നടക്കുന്ന പൊതു തെരഞ്ഞെടുപ്പില് ഇന്ത്യയിൽ മൊത്തം ഒരു തെരഞ്ഞെടുപ്പ് വേണം, അല്ലെങ്കിൽ NDA സർക്കാർ അധികാരത്തിലേക്ക് സംസ്ഥാനങ്ങളിൽ മാത്രം ഒരു തെരഞ്ഞെടുപ്പ് വേണമെന്ന അവസ്ഥയിലേക്ക് ആ ബില്ല് ഇവിടെ പാർലമെന്റിൽ അവതരിപ്പിക്കുന്ന തിരക്കിലാണ് കേന്ദ്ര സർക്കാരും. അതുകൊണ്ട് ഞാൻ കൂടുതലൊന്നും ദീർഘിപ്പിക്കുന്നില്ല. കാരണം ഇന്ന് ജനങ്ങൾ വളരെ ബുദ്ധിമുട്ടിലാണ്. ഇവിടെ കൂലിപ്പണിക്കാരടക്കം ഓട്ടോ തൊഴിലാളികളും അതുപോലെ തന്നെ പണക്കാർക്ക് ഇതിന് പ്രശ്നങ്ങളില്ല. അവരുടെ ശമ്പളം കൂടാതെ തന്നെ സാധനങ്ങളുടെ വില ക്രമാതീതമായി വർദ്ധിക്കുകയാണ്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഈ ഓണവിപണിയിൽ സർക്കാർ ഇടപെടാത്ത പക്ഷം ഈ സമരത്തിന്റെ ഇതൊരു സൂചന മാത്രമാണ്. ഈ സമരം സർക്കാരിന്റെ ഓഫീസിലേക്കും അല്ലെങ്കിൽ അവരുടെ ശിലാകേന്ദ്രങ്ങളിലേക്കും ഈ സമരത്തിന്റെ രൂപവും ഭാവവും മാറി ഞങ്ങൾ ഈ സമരത്തിന് നേതൃത്വം കൊടുക്കുമെന്ന് മാത്രം അറിയിച്ചുകൊണ്ട്